എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്നത് സയൻസ് ഒരു വില്ലനാണോ എന്നൊരു തമ്പനയിൽ കണ്ടാണ് നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സയൻസ് ഒരു വില്ലനാണോ എന്ന് ചോദിച്ചാൽ വില്ലനാണ്. +2 ലെവൽ പരീക്ഷകൾക്ക് 10 മാർക്കാണ് സയൻസ്. ബയോളജി 4 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്. അപ്പൊ ഈ ഒരു സീരീസ് സയൻസിൽ എങ്ങനെ 10 നമുക്ക് സ്കോർ ചെയ്യാം, 10 സത്യം പറയാലോ, സത്യാവസ്ഥയാണ് പറയുന്നത്. 10 ഒരിക്കലും സ്കോർ ചെയ്യാൻ പറ്റില്ല. 10 അടിക്കാവുന്ന ഒരു പരീക്ഷയാണെങ്കിൽ അത് വളരെ സിമ്പിൾ ആയിരിക്കും. ഒരിക്കലും അങ്ങനെ വരാൻ പറ്റൂല. അവർ ആപ്ലിക്കേഷൻ ലെവലിലെ ചോദിക്കുള്ളൂ. ഈസി ആയിട്ട് കിട്ടുന്ന മാർക്കുകൾ കിട്ടണം. അപ്പൊ അവിടെ നമുക്ക് ഉപയോഗം PYQ ഫോക്കസിങ് ഏരിയാസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഭാഗം തീർച്ചയായിട്ടും അവർ +1 +2 നമുക്ക് 5 തൊട്ട് 10 വരെ സ്കൂൾ ടെസ്റ്റ് പഠിക്കാം. പക്ഷെ +1 +2 സ്കൂൾ ടെസ്റ്റ് ഒക്കെ പഠിക്കണമെങ്കിൽ വലിയ പാടാണ്. പക്ഷെ ഇത് 10 അടിക്കണ അല്ലെങ്കിൽ 9 അടിക്കുന്ന പിള്ളേരുണ്ട്. അതായത് വെച്ചാൽ ഇപ്പൊ +2 സയൻസ് പഠിച്ചിറങ്ങിയ പിള്ളേരാണെങ്കിൽ പറ്റും. അവർക്ക് ഓർമ്മയാണ്. നിങ്ങൾ പഴയ ഓർമ്മയെ ഒന്ന് പൊടി തട്ടി എടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചെടുക്കുക, അതൊക്കെ നടക്കുള്ളൂ. അല്ല ഈ 10 മാർക്കിന് വേണ്ടി ആ തറ തൂത്തിരുന്ന് പഠിക്കാൻ തുടങ്ങിയ സത്യം പറഞ്ഞാൽ BSc പഠിക്കുന്ന കാര്യം കൂടുതലുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം. BSc ഇപ്പൊ ഇരുന്ന് പഠിക്കുന്നു. നിങ്ങൾ 5 തൊട്ട് +2 വരെ പഠിച്ച കാര്യങ്ങൾ ആലോചിക്കണം. അത് എന്തോരം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇത്രയും പഠിച്ച് ഇത്രയും മാർക്ക് വാങ്ങാനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ BSc ഒക്കെ നല്ലപോലെ പഠിച്ചെടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളിത്തി പ്രായമായി, ജോലി വേണം, അങ്ങനെയൊക്കെ ടെൻഷൻ. മറ്റേത് പാസ്സായാൽ മതി. മാർക്ക് കുറഞ്ഞ പേടി ഉണ്ടെങ്കിലും പാസ്സായാൽ മതി. അതൊക്കെയാണ് കാര്യങ്ങൾ. വേറെ അധികം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഫിസിക്സ് തുടങ്ങാം. ഫിസിക്സിൽ ഒരു കോർ ടോപ്പിക്ക് ഇപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ അടുത്തിടെ ചോദിച്ചതുമാണ് ജി. അതായത് ഭൂമിയുടെ വിവിധ ഏരിയയിൽ ജിയുടെ മൂല്യം എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ് ജി മൂല്യം എന്ന് പറഞ്ഞാൽ ജിയുടെ വാല്യൂ നമുക്കറിയാം. 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ 9.8 മീറ്റർ/സെക്കൻഡ് റൈസ് ടു -2 എന്ന് എഴുതാം. അതായത് ഇതിന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ഇതിനെ മാറ്റി നമുക്ക് ഈ സെക്കൻഡ് സ്ക്വയറിന്റെ മുകളിൽ കൊണ്ടുവന്ന സെക്കൻഡ് റൈസ് ടു -2 എന്നാക്കാം. കേട്ടാ, എളുപ്പത്തിന് ഡിഗ്രി ലെവലൊക്കെ നമ്മൾ പഠിച്ചു എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബിടെക് ലെവലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് എഴുതാറുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തത്. പരീക്ഷകൾ ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ കാണാറുണ്ട്. ഭൂഗുരുത്വ ത്വരണം, അതാണ് ഈ ജി എന്ന് പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലെ ഒരു വസ്തുവിന്മേൽ ഭൂമി കൊടുക്കുന്ന ബലം, ആ ഒരു ആകർഷണ ബലം, അതുമൂലം ആ വസ്തുവിനുണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ആക്സിലറേഷനെയാണ് ഈ ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. അതാണ് ജി. ഓക്കെ, ഇതിന് സത്യം പറഞ്ഞാൽ ഭൂമിയിലെ ഉള്ള ഒരു വസ്തുവിന് ജി ആക്ട് ചെയ്യുന്നതിൽ, ജി അനുഭവപ്പെടുന്നതിൽ, ആ ഭൂഗുരുത്വ ത്വരണം അനുഭവപ്പെടുന്നതിൽ മാസ് ഒരു ഘടകമേ അല്ല. പഠിച്ചോണം, പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇനി ജിയുടെ വാല്യൂ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ/സെക്കൻഡ് റൈസ് ടു -2. ഇനി ജി എപ്പോഴും ഭൂമിയുടെ ഉപരിതലത്തിൽ എപ്പോഴും ജി കൂടുതലായിരിക്കും. നമ്മളാ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ജി എപ്പോഴും കൂടുതലായിരിക്കും. ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ജി കുറയും. കാര്യം മണ്ടയിലോട്ട് പോകുമ്പോൾ ഭൂമി ആകർഷണ ശക്തി കുറയും അല്ലെ. അപ്പം ജി കുറഞ്ഞു പോകും. ഭൂമിയുടെ ഉപരിതലത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പൊ ഭൂമിയുടെ നമുക്കറിയാം 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. വ്യാഴത്തിന്റെ ആണെങ്കിൽ എങ്ങനെയാണേ? വ്യാഴത്തിൻ്റെത് 23.1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. വ്യാഴത്തിൻ്റെയാണ് ഏറ്റവും കൂടുതൽ. ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ജിയുടെ വാല്യൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ വ്യാഴത്തിലാണ്. കുറവ് ചോദിച്ചാൽ ബുധനും ഉണ്ട്, ചൊവ്വയുണ്ട്. ബുധനാണ് ഏറ്റവും കുറവ്, കൂടാതെ ചൊവ്വയുണ്ട്. രണ്ടിന്റെയും വാല്യൂ 3.7 ആണ്. അക്കോർഡിംഗ് ടു NCERT 3.7 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഭൂമിയുടെ സെന്ററിൽ ഭൂമിയുടെ സെന്റർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലമല്ല, ഭൂമിയുടെ ഏറ്റവും ഉള്ളറക്കകത്ത് ഭൂമിയുടെ കേന്ദ്രത്തിനകത്ത്, അതാണ് ഭൂകേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ ഭാരം എപ്പോഴും 0 ആയിരിക്കും. ഭാരം 0ആണ്. ഭൂമിയുടെ ഭാരം ഭൂകേന്ദ്രത്തിൽ എപ്പോഴും 0 ആയിരിക്കും. എന്താണ് മാസും ഭാരവും എന്ന് അവിടെ നമുക്ക് അവസാനം പറയാം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഭാരം 0ആണ്, പക്ഷെ മാസ് ഉണ്ടായിരിക്കും. മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അവിടെ പഠിക്കാം. ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് ജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. ഭൂമിയുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത്, അതായത് നടുക്ക് ഭാഗത്ത് ഈ ഒരു രേഖ കടന്നു പോകുന്ന ഭാഗത്ത് നമ്മുടെ ഭാരം കുറവായിരിക്കും. അപ്പൊ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിൽ കൂടുതലും, ഭൂമധ്യ കേന്ദ്രത്തിൽ കുറവുമായിരിക്കും ഭാരം. അപ്പം ഈ പോൾസ് ധ്രുവപ്രദേശത്ത് നിന്ന് ഭൂമധ്യരേഖയിലോട്ട് വരുമ്പോഴോറും നമ്മുടെ ഭാരം കുറഞ്ഞാണ് വരുന്നത്. ആ ഒരു കാര്യം പഠിച്ചോണം. അതായത് അവിടെ ജി കുറവാണ്. ജി എത്രയാണ്? ധ്രുവപ്രദേശത്ത് കൂടുതലാണ്, 9.83. ഭാരം എന്ന് പറഞ്ഞാൽ M/G ആണ് ഇക്വേഷൻ. വെയിറ്റ് W = mg ആണ്. മാസ് എപ്പോഴും സ്ഥിരമായിരിക്കും. ഇപ്പൊ എനിക്ക്
അതിന്റെ മാസ് 50 എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിലായാലും അങ്ങ് പോളിസിൽ ധ്രുവപ്രദേശത്തായാലും ഭൂകേന്ദ്രത്തിലായാലും 50 ആയിരിക്കും. ജിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് മാറും. ഭൂകേന്ദ്രത്തിൽ എന്താണ്, ഭൂകേന്ദ്രത്തിൽ വെയിറ്റ് 0ആണ്, വെയിറ്റ് 0ആണ്, പക്ഷെ മാസ് ഉണ്ട്. ഭൂമിയുടെ ധ്രുവങ്ങളിൽ ജി കൂടുതലാണ്, അതുകൊണ്ട് മാസ് കൂടുതലായിരിക്കും. ഭൂമധ്യരേഖയിൽ ജി ഇതിനെ വെച്ച് കുറവാണ്. എത്രയാണ്? 9.83 ആണ് ധ്രുവപ്രദേശത്ത് ജി. ഭൂമധ്യരേഖ പ്രദേശത്ത് 9.78 ആണ്. നേരിയ ഒരു കുറവുണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് മാസ് കുറയും. അപ്പോൾ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ധ്രുവപ്രദേശങ്ങളിൽ ഭാരം കൂടുതലും ഭൂമധ്യരേഖ പ്രദേശത്ത് ഭാരം കുറവുമായിരിക്കും. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വരുമ്പോൾ ഭാരം കുറഞ്ഞു വരുന്നു. ഈ ഒരു കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് കണ്ടന്റ് ആണ്, സ്കൂൾ ടെസ്റ്റ് ഫാക്ടർ ആണ്, പഠിച്ചോണം. ഇനി ജിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ് ലേറ്റസ്റ്റ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഭൂമിയിലെ ജി, വിവിധ പ്രദേശങ്ങളിൽ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ക്യാപിറ്റൽ ജി ഇൻറ്റു എം ബൈ ആർ സ്ക്വയർ ആണ്. ജി എന്തെന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വ സ്ഥിരാങ്കം, ഭൂഗുരുത്വ സ്ഥിരാങ്കം. അതിന് വാല്യൂ ഉണ്ട് 6.67 ഇൻറ്റു 10⁻⁻11 nm സ്ക്വയർ ബൈ kg സ്ക്വയർ. അതിന്റെ യൂണിറ്റ് ആണ്. യൂണിറ്റും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, കാണാതെ പഠിക്കണം. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ kg സ്ക്വയർ എന്നാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് നേരത്തെ എഴുതിയ കണക്ക് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റൈസ് ടു -2 എന്ന് എഴുതാം. -2. ഓക്കെ, അടിക്കുള്ള സാധനം മുകളിൽ പോകുമ്പം മൈനസ് വരും. ആ യൂണിറ്റും ചോദിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇനി അടുത്ത എം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മാസ് ആണ്. ഭൂമിയുടെ മാസ് 6 ഇൻറ്റു 10⁻24 കിലോഗ്രാം ആണ്. 6 എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആരമാണ്, അത് 6.4 ഇൻറ്റു 10⁻6 മീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ജി എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വ സ്ഥിരാങ്കം, അതിന്റെ വാല്യൂ നമുക്കറിയാം 6.67 ഇൻറ്റു 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ kg സ്ക്വയർ. അതാണ് അതിന്റെ യൂണിറ്റ്. ഇനി മാസ് ചോദിച്ചാൽ 6 ഇൻറ്റു 10⁻24 കിലോഗ്രാം. ആരം, ഭൂമിയുടെ ആരം 6 ചോദിച്ചു കഴിഞ്ഞാൽ 6.4 ഇൻറ്റു 10⁻6 മീറ്റർ ആണ്. 6.4 ഇൻറ്റു 10⁻6 മീറ്റർ. ഒരു 90% ഈ 3 വാല്യൂ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ തരാനാണ് സാധ്യത. ഓക്കെ, തരാനാണ് സാധ്യത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ജി എം ബൈ ആർ സ്ക്വയർ. എന്നാലും നിങ്ങളൊന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക, യൂണിറ്റുകൾ പഠിക്കണം. തൂവലും നാണയവും. ന്യൂട്ടന്റെ ഒരു പരീക്ഷണമായിരുന്നു. ഒരു തൂവലും നാണയവും ഭൂമിയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഇതേപോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തൂവല് പയ്യെ എത്തും, നാണയം പെട്ടെന്ന് എത്തും. സാധാരണ ഭൂമിയുടെ ഗുരുത്വാകർഷണം ജി മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഒരു വസ്തുവിന്റെ ആകർഷണ ബലം നോക്കുമ്പോഴത്തേക്ക് അത് മുകളിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന സമയത്ത് എപ്പോഴും അതിൽ മാസ് കൺസിഡർ ചെയ്യൂല. നമ്മളിവിടെ പറഞ്ഞ ഈ പോയിന്റ്, മാസ് ജിയുടെ കേസിൽ കൺസിഡർ ചെയ്യൂല. അതുകൊണ്ട് മുകളിൽ നിന്ന് ഒരു ആനയെ എടുത്തിട്ടാലും ഒരു പൂച്ചയെ എടുത്തിട്ടാലും മുകളിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ എത്തുന്നത് രണ്ടും ഒരേ സമയത്തായിരിക്കും. ആ ഒരു തത്വം കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ഓക്കെ, അങ്ങനെ ഗലീലിയോ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അയാൾ കടലാസ് വെച്ച് ഒരു പരീക്ഷണം നടത്തി. അതാണ് ഞാൻ അടുത്ത കൊടുത്തത്. കടലാസ് വെച്ച് പരീക്ഷണം നടത്തി. കടലാസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പയ്യെ എത്തും. ബാക്കി ഒരു ആനയുടെ പൂച്ചയും കൂടെ എടുത്തിട്ടാലും ഒരുമിച്ചെത്തും. പക്ഷെ കടലാസ് ഇട്ടാൽ പയ്യെ വരും. കാരണം വെച്ചാൽ അതിൽ വായുവിന്റെ റെസിസ്റ്റൻസ്, അതായത് വായുവിന്റെ പ്രതിരോധം അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അത് പതിയെ എത്തുന്നത് എന്ന് ഗലീലിയോ കണ്ടുപിടിച്ചു. ഗലീലിയാണ് പറഞ്ഞത് രണ്ട് വസ്തുക്കൾ ഭൂമിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ചെത്തും എന്ന് പറഞ്ഞത്. അതായത് അവിടെ മാസിന് ജിയിൽ പ്രാധാന്യമില്ല. അതുപോലെ ന്യൂട്ടൺ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഒരു തൂവലും നാണയവും മുകളിൽ നിന്ന് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ തൂവല് പയ്യെ എത്തും. കാരണം അവിടെ വായുവിന്റെ പ്രതിരോധം കാരണമാണ് തൂവല് താഴെ എത്തുന്നത് എന്ന് ഒരു എക്സ്പെരിമെന്റ്, അതായത് പരീക്ഷണം മുഖാന്തരം കണ്ടുപിടിച്ചത് ന്യൂട്ടണും. അല്ലാതെ കടലാസ് താഴോട്ട് ഇടുമ്പം അതിനകത്ത് വായുവിന്റെ പ്രതിരോധം ഉണ്ടാവും, വായുവിന്റെ ഒരു കർഷണ ബലം ഉണ്ടാവും, എയർ റെസിസ്റ്റൻസ് ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചത്, നോർമലി ആശയം കണ്ടുപിടിച്ചത് ഗലീലിയോ ഒരു പരീക്ഷണം മൂലം തൂവലും നാണയത്തിന്റെയും കാര്യം പറഞ്ഞത് ന്യൂട്ടൺ ആണ്. ഇത് ജസ്റ്റ് സ്കൂൾ ടെസ്റ്റ് പോയിന്റ് ആണ്, പഠിച്ചുകൂടാ. ചന്ദ്രനില് ജിയുടെ മൂല്യം ഭൂമിയുടെ 1/6 ആയിരിക്കും. ഭൂമിയിൽ ഉള്ള ജിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ചന്ദ്രനിൽ അതിന്റെ 1/6 ഭാഗം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടൂ. വളരെ കുറവാണ്. എത്രയാണ്? 1.62 ആണ് ചന്ദ്രനിലെ
ജിയുടെ മൂല്യം. അതുകൊണ്ട് തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, MG ആണ് ഇവിടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ചന്ദ്രനിൽ അതുകൊണ്ടാണ് ഈ ഒരു കാരണം കൊണ്ടാണ് ഭൂമിയിൽ 60 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വസ്തു ചന്ദ്രനിൽ പോകുമ്പോൾ 10 കിലോഗ്രാം ആയിട്ട് മാറുന്നത്. കാര്യം ചന്ദ്രനിൽ G എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ എന്താണ് 1/6 ആയിരിക്കും ഭൂമിയിൽ അനുഭവപ്പെടുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണോ അതിന്റെ 1/6 ആണ് ചന്ദ്രനിൽ അനുഭവപ്പെടും. അതുകൊണ്ട് വെയിറ്റും അതുപോലെ 1/6 ആയിട്ട് മാറും. ജിയും ഭാരവും രണ്ടും ചന്ദ്രനിൽ 1/6 ആയിട്ട് മാറും ഭൂമിയിൽ ഉള്ളതിനേക്കാൾ. ഓക്കെ, അതിനെ അപേക്ഷിച്ച് ഭൂമിയിലുള്ള വെച്ച് നോക്കുകയാണെങ്കിൽ 1/6 വരുള്ളൂ. ചന്ദ്രനിൽ 10 കിലോഗ്രാം ഉള്ളത് ഭൂമിയിൽ 60 ആയിരിക്കും. ഭൂമിയിൽ 60 ഉള്ളത് ചന്ദ്രനിൽ 10 കിലോഗ്രാം ആയിരിക്കും, 1/6 ആയിരിക്കും. എന്താണ് മാസും അതുപോലെ വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ മാസ് അല്ലെങ്കിൽ തനി മലയാളം പിണ്ഡം എന്ന് പറയും. പിണ്ഡം. അതിന്റെ ഇണ്ടം ആനപ്പിണ്ടത്തിന്റെ ഇണ്ടം അല്ല കേട്ടാ, ഇതാണ് ഇടയാണ് പിണ്ഡം. ഓക്കെ, ദൈവകണം അല്ലെങ്കിൽ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നതാണ് അതിലടങ്ങിയിരിക്കുന്ന കണങ്ങൾ. ഹിഗ്സ് ബോസോൺ അല്ലെങ്കിൽ ദൈവകണം എന്ന് പറയും. ഈ ഹിഗ്സ് ബോസോൺ അതാണ് ഈ മാസിനെ പ്രതിനിധീകരിക്കുന്ന കണം. ഹിഗ്സ് ബോസോൺ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ജനീവയിലെ ശാസ്ത്രജ്ഞന്മാരാണ് 2012 ജൂലൈ 4. 2012 ജൂലൈ 4 ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയത്. ഹിഗ്സ് ബോസോൺ ദൈവകണം എന്നൊരു പദം മുന്നോട്ട് വെച്ചത് ലിയോൺ ലീഡർമാൻ ആണ്. ലിയോൺ ലീഡർമാൻ ഈ ഹിഗ്സ് ബോസോൺസ് കണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും മറ്റു പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ, LHC എന്ന് പറയും. അത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. LHC എന്ന് പറഞ്ഞാൽ ഹിഗ്സ് ബോസോൺ പോലെയുള്ള കണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് LHC, ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ. ഇതിനെയാണ് ലോകത്തിലെ ഏറ്റവും വലുതും ഉയരം കൂടിയതുമായ എനർജി പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഈ LHC. എന്താണ് LHC? ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ. അപ്പൊ ഈ സാധനമാണ് നമ്മളെ ഹിഗ്സ് ബോസോൺ അല്ലെങ്കിൽ ദൈവ കണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇതിനെയാണ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലുതും അതേപോലെ ഏറ്റവും ഉയരം കൂടിയതുമായ എനർജി പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. എനർജി പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞ് LHC ആണ്. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ പോയിന്റ് ആണ് കേട്ടോ. ഇതിന്റെ ഫുൾ ഫോം മറന്നുകൊണ്ട് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ കേട്ടോ. ഇതിനെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ എനർജി പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. മതി. ഇനി നമുക്ക് ഒരു മൈക്രോൺ, എന്താണ് മൈക്രോൺ എന്ന് പറയുന്നത്? മൈക്രോൺ എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ ആണ്. ഇപ്പൊ പ്ലാസ്റ്റിക് ബാഗ്സ് ഇല്ലേ, അതിന്റെ കനം വണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു യൂണിറ്റ് ആണ് മൈക്രോൺ എന്ന് പറയുന്നത്. മൈക്രോൺ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗിന്റെ കനം കണ്ടുപിടിക്കുന്ന യൂണിറ്റ് ആണ് മൈക്രോൺ. ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ ആണ്. ഇനി കിബിൾ ബാലൻസ്. എന്താണ് കിബിൾ ബാലൻസ്? കിബിൾ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം, അതിന്റെ ആദ്യം കാര്യം പറഞ്ഞുതരാം. നമ്മളെ കിലോഗ്രാമിന് പുതിയ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്ന സാധനമാണ്, അതായത് കിലോഗ്രാമിനെ നിർവചിച്ചിരിക്കുന്ന സാധനമാണ് കിബിൾ ബാലൻസ് എന്ന് പറയുന്നത്. ഇതിനെ വാട്ട് ബാലൻസ് എന്ന് പറയും. വാട്ട് ബാലൻസ് പുതിയ അപ്ഡേറ്റഡ് പോയിന്റ് ആണിത്. 2019 മെയ് 20 ഈ സംഭവം വന്നത്. കിബിൾ ബാലൻസ് 2019 മെയ് 20 വന്നു. കിലോഗ്രാമിന്റെ പുതിയ നിർവചനമാണ്, അതിനെ വാട്ട് ബാലൻസ് എന്ന് പറയും. ഇനി എക്സാക്ട്ലി അത് സയന്റിഫിക് ടേംസിൽ പറയുകയാണെങ്കിൽ വൈദ്യുത കാന്തിക ശക്തി, ഒരു കാന്തിക ശക്തി മൂലം ഒരു പാർട്ടിക്കിളിന്, ഒരു വസ്തുവിന് ഭാരസന്തുലനം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് പ്ലാങ്ക് കോൺസ്റ്റന്റിന്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം ഊർജം വേണ്ടി വരുന്നു, അതാണ് ഈ കിബിൾ ബാലൻസ് എന്ന് സയന്റിഫിക് ടേംസിൽ പറയാം. വൈദ്യുത കാന്തിക ശക്തിയുടെ പ്രേരണയാൽ ഒരു വസ്തുവിന് ഭാരസന്തുലനം നടത്തുവാൻ എത്ര പ്ലാങ്ക് കോൺസ്റ്റന്റിന്റെ അടിസ്ഥാനത്തിൽ എത്ര ഊർജം വേണം എന്നതാണ് കിബിൾ ബാലൻസ്. യഥാർത്ഥത്തിൽ അത് കിലോഗ്രാമിന്റെ നിർവചനമാണ്. 2019 മെയ് 20 വന്നത്. അതിനെ വാട്ട് ബാലൻസ് എന്ന് പറയുന്നു. ഓക്കെ, കിബിൾ ബാലൻസ് മറന്നുപോകല്ലേ കേട്ടോ. ഇനി അടുത്ത എസ്കേപ്പ് വെലോസിറ്റി. നമ്മൾ കുറെ ഗ്രഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ജി മൂല്യമൊക്കെ. അപ്പൊ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിന്റെ വലയത്തിൽ നിന്നും ഒരു വസ്തുവിന് അതിന്റെ ആകർഷണ ശക്തി വിട്ടു പോകുന്നതിന്, ഇത്രയാണ് അതിന്റെ പരിധിയെങ്കിൽ അത് വിട്ടു പുറത്തു പോകുന്നതിന് വേണ്ട പ്രവേഗമാണ് പാലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ മുകളിലോട്ട് ചാടുകയാണ്, എനിക്ക് ചാടിയ മുകളിലോട്ട് അങ്ങ് പോവോ? ഇല്ല, ഭൂമി ഗുരുത്വാകർഷണം തിരിച്ചു വരും അല്ലേ.
അപ്പം നമ്മൾ റോക്കറ്റ് ഒക്കെ വിടുമ്പോൾ ഈ പാലായന പ്രവേഗത്തിനേക്കാൾ വലിയ സ്പീഡിൽ വിടുന്നതുകൊണ്ടാണ് അത് ഭൂമിയുടെ ആകർഷണ ബലം വിച്ഛേദിച്ചുകൊണ്ട് പറന്നു പോകുന്നത്. ഓക്കെ, അപ്പം ഒരു ഗ്രഹത്തിന്റെ വലയത്തിൽ നിന്നും അതിന്റെ എന്താണ് ഗുരുത്വാകർഷണ ശക്തി ഭേദിച്ചുകൊണ്ട് ഒരു വസ്തുവിന് പുറത്ത് കടക്കാൻ വേണ്ടി, അതിന്റെ ആകർഷണ വലയത്തിന്റെ ഏരിയയിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ട കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം, അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. അതിന്റെ ഇക്വേഷൻ ആണ് എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ. റൂട്ട് ഓഫ് 2gm/r. 2gm/r. ജി അറിയാം, ഭൂഗുരുത്വ സ്ഥിരാങ്കം നമ്മൾ നേരത്തെ പഠിച്ചു. എം അറിയാം, ഗ്രഹത്തിന്റെ മാസ്. ഇനി ആർ അറിയാം, ആ ഗ്രഹത്തിന്റെ ആരം. ഇതിന് നമുക്ക് പഴയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ അറിയാലോ, g=gm/r². അത് ഇതെടുത്ത് ഇതിൽ ഈ വാല്യൂവിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇങ്ങനെ ആയിട്ട് മാറും. എസ്കേപ്പ് വെലോസിറ്റി √2gr എന്ന് മാറും. ഓക്കെ, അതായത് ജിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കൂടാ കേട്ടോ. അതായത് എസ്കേപ്പ് വെലോസിറ്റിക്ക് നമുക്ക് ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ ടേമിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ടേമിലും ഇക്വേഷൻ എഴുതാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷനും കാണാതെ പഠിച്ചു വെച്ചോണം, അല്ലാതെ ഈ ഇക്വേഷനും പഠിച്ചു വെച്ചോണം. ഇനി ബുധന്റെ ഗുരുത്വാകർഷണ ബലത്തെ ഭേദിച്ചുകൊണ്ട് പാലായന പ്രവേഗം വേണ്ടത്. അതായത് ബുധനിൽ പാലായന പ്രവേഗം 4.2 km/s ആണ്. km/s ഈ പാലായന പ്രവേഗം എന്താണ് യൂണിറ്റ് പറയുന്നത്. ഭൂമിയുടെ ആണെങ്കിൽ 11.2 ആണ് ഭൂമിയുടെ പാലായന പ്രവേഗം. അതായത് 11.2 km സ്പീഡിൽ ഭൂമിയിൽ നിന്ന് ഒരു വസ്തു മുകളിലോട്ട് ചലിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചു വരില്ല, നേരെ അങ്ങ് പോകും. ഭൂമിയുടെ ആകർഷണ ബലമൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് പോകും. ചന്ദ്രനില് 2.38 ആണ്. സൂര്യനിൽ 618 km/s ആണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? വ്യാഴത്തിലാണ്. ഏറ്റവും കൂടിയ പാലായന പ്രവേഗമുള്ളത് വ്യാഴത്തിലാണ്, 60 km/s ആണ്. ഇനി ഏറ്റവും കൂടിയ ഉപഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ഗാനിമീഡ് ആണ് കേട്ടോ. വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്. ഗാനിമീഡിന് എത്ര വേണം? 20 കുറച്ച് വേണം, ഒരു വാല്യൂ വേണ്ട. ഏറ്റവും കൂടിയ പാലായന പ്രവേഗമുള്ള ഉപഗ്രഹം ചോദിച്ചാൽ ഗാനിമീഡ്. ഇനി ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സൗരയൂഥത്തിൽ നിന്ന് പുറത്തു പോകാൻ സൂര്യന്റെ പാലായന പ്രവേഗം അറിയാം, 618.8 അതാണ് അടിച്ചത്, 618. സൗരയൂഥത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ട പാലായന പ്രവേഗം 16.6 km/s ആണ്. ഇത്രയാകുമ്പോൾ ഫസ്റ്റ് പാർട്ട് തീർന്നു.